എന്തിനാ കരയണേ? വേറെ ആരെങ്കിലും വഴക്ക് കൂടിയോ? മാർക്ക് വല്ലതുണ്ടോ? ടീച്ചർ വഴക്ക് പറഞ്ഞോ? പിന്നെ കരയണ എന്താന്ന് പറ മോനെ നീ. വല്ല അസുഖം ഉണ്ടോ? ഡോക്ടറെ അടുത്ത് പോണോ? പിന്നെ എന്തിനാ നീ ഇരുന്ന് കരയണ? എന്തിനാ അങ്ങനെ വെറുതെ ഇരുന്ന് കുട്ടികൾ കരയോ? എന്താ കാര്യം എന്ന് പറ. വന്നപ്പോ തുടങ്ങിയത് ഈ കരയാനായിട്ട്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാമനോട് പറ. ക്ലാസ്സിൽ ഇറങ്ങിയിട്ട് തല്ലു പിടിച്ചാ? പരീക്ഷക്ക് തോറ്റുപോയതാണെങ്കിൽ അതും കുഴപ്പമില്ല. തോറ്റുപോയോ? കഴിച്ചോല്ലോ നീ? ഇപ്പൊ സമയം എത്രയായത്? കുട്ടി സ്കൂളിൽ വന്നിട്ട് ഒന്നും കൊടുത്തില്ല. അവിടെ തിന്നണ്ട്. ഉച്ചക്ക് ചോറും ഉണ്ടോയില്ലെന്ന് ഉച്ചവരെ ഉള്ളതുകൊണ്ട് ചോറ് ഉണ്ണാൻ വിളിച്ചിട്ട് വരണ്ടേ. അവർക്ക് കറി പിടിക്കുന്നില്ല, ഉണ്ടാവില്ലായിരിക്കും. പച്ചക്കറി ഇഷ്ടമല്ലല്ലോ. അവിടെ മീൻ വറുത്തിരിപ്പുണ്ട്, മാമി തരാം. എന്താ വേണ്ടത്? ഇനി ഞാൻ വടിയെടുക്കും കേട്ടോ. എടി, ഒന്നാമത് ഈ കുട്ടികൾക്ക് മീനൊക്കെയാണ് ഇഷ്ടമെങ്കിൽ അത് മേടിച്ചു കൊടുക്കണം. വെറുതെ ഈ അരി മേടിച്ചിങ്ങനെ പുഴുങ്ങി വെച്ചാൽ പോരാ. കുട്ടികൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കണം. ഒരുത്തര എബ്രകാലിങ്ങനായിട്ട് നടക്കണ്ടല്ലോ നാട് നേരാക്കാൻ. വീട്ടിലെ കാര്യം നോക്കാൻ അവന് സമയമില്ല. പോയത് അപ്പൊ കുട്ടിയൊന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങി കൊടുത്തു കൊടുക്കണം എന്നറിയില്ല. അപ്പൊ എവിടെ അറിഞ്ഞോണ്ടിരിക്കല്ലേ? ചോദിക്കാൻ പോയല്ലേ? എന്താണ് കാര്യമൊന്നും? അമ്മീ മറുത്തത് മീൻ ചാരം തരുന്നുണ്ടെങ്കിൽ ചോറ് കുറച്ച് കൊടുത്താ നീക്കേ. അതൊക്കെ തരുള്ളൂ. കാര്യം പറ മക്കളെ. ഒന്നുമില്ലാതെ തക്കളിമോൾ എന്തിനാ കരയണേ? പിന്നെ അങ്ങനെയാണ് വെറുതെ കരച്ചിൽ വരിക. നീക്കി വാ, നല്ലിന്റെ കൂടെ അവിടെ പോയിരുന്നു കളിക്കാതെ അവിടെ പോയി ഊണ് കഴിച്ചാ. നീച്ച നീക്കി നീക്കി അടിയുള്ളൂ. വാ, വിളിച്ചോണ്ട് പോവാ നല്ല മോളെ. വാശിയൊക്കെ പിടിക്കാനുള്ള സമയം അപ്പം നടക്ക്. ശരി, ചോറ് കൊടുത്ത. കുട്ടികളെങ്ങനെ അധികം ലാളിച്ച് വളർത്തരുത്. അപ്പം ഇതുമാതിരി തൊട്ടതിനും പിടിച്ചതിനൊക്കെ വാശി പിടിക്കും, കരയൊക്കെ.